ഇടുക്കിയിലൂടെ ചുരമിറങ്ങി തമിഴ്നാട്ടിലെത്തിയ നമ്മുടെ ആദ്യ കാഴ്ച വിശാലമായ ജെന്നീസ് മുന്തിരിപ്പാടമാണ്. റോഡ് സൈഡിൽ തന്നെ വലിയൊരു കടയും അവർക്കുണ്ട്. അവരുടെ തന്നെ എല്ലാവിധ മുന്തിരിയുടെ ഉൽപ്പന്നങ്ങളും അതോടൊപ്പം മറ്റ് ഡ്രിങ്ക്സും പലഹാരങ്ങളും ഒക്കെ വിൽക്കുന്ന, അതൊക്കെ വാങ്ങിയിരുന്ന് കഴിക്കാവുന്ന ഒരു വലിയ കട. ജെന്നീസ് ഗ്രേപ്സ് ജ്യൂസ് ബേക്കറി ആൻഡ് ഹോട്ടൽ. ഇപ്പം തൽക്കാലം കഴിക്കാൻ പ്ലാനില്ല. നമുക്കറിയാവുന്ന ഭാഷയിൽ വണ്ടി വെക്കാൻ പാർക്കിംഗ് സ്ഥലം അന്വേഷിക്കുവാണ്. എന്നാൽ വണ്ടി ഉള്ള പോകാൻ മുടിയുമോ? പാർക്കിംഗ് ഉണ്ട് ഉള്ള. ഓക്കെ, താങ്ക് യു. ഇതവിടെ പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ കാണിച്ചു തന്ന വലിയ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മുന്തിരിപ്പാടം നമുക്ക് സന്ദർശിക്കാൻ ഒക്കുമോ എന്നും ഇവിടെ ഇപ്പോൾ മുന്തിരി ഉണ്ടോ എന്നും ഫോട്ടോകൾ പകർത്താനും വീഡിയോ പകർത്താനും ഒക്കുമോ എന്നുമുള്ള സംശയം ഞങ്ങൾക്ക് വന്നത്. അങ്ങനെ ആ കടയിൽ കയറി അത് അന്വേഷിക്കുവാണ്. ഹലോ, can we go inside? Can we take photos? Yes, sir. So, is there grapes available right now? Available. Thank you. സുഹൃത്തുക്കളെ, അങ്ങനെ കടയിൽ കയറിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ നമ്മൾ മുന്തിരിപ്പാടത്തിൽ വന്നിട്ട് നമുക്ക് മുന്തിരിങ്ങ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെന്ന്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. ബാബാനെ ഞാൻ ചോദിച്ചു, മുന്തിരി ഉണ്ട്, ഫോട്ടോ ഉണ്ട്. അപ്പോൾ മുന്തിരി ഉള്ളിടം വരെ പോകണമായിരിക്കും. ഇവിടെ ഇല്ലെന്നെങ്കിൽ ബസ്സിനെ ഇവിടെ ഏക്കറായിരിക്കും, കുറേ ഏക്കറായിരിക്കും. അവസാനത്തിനകത്താണ് ഇപ്പോൾ ഇനി എടുക്കാനുള്ളത്. ഇതിലൂടെ ചേർന്ന് തന്നെ ഒരു കടയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഫാമിൽ നിന്നുള്ള എന്താ പറയുക മുന്തിരി തന്നെ പറിച്ച് അവിടെ ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പല പ്രോഡക്റ്റ്സ് ഉണ്ട്, വൈൻസ് ഉണ്ട്. ഇവിടെ പാർക്കിംഗ് മാത്രമല്ല, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു സ്ഥലമുണ്ട്. പിന്നെ മുന്തിരിപ്പാടമാണ്. അങ്ങനെ വിശാലമായ ആ മുന്തിരിപ്പാടത്തിന്റെ നടുക്കൂടെ ആ ചെമ്മൺ വഴിയിലൂടെയുള്ള നടപ്പ് തുടങ്ങി. ഇരുവശങ്ങളിലുമുള്ള മനോഹരമായ മുന്തിരി കൃഷി കണ്ടുകൊണ്ട് ആളുകൾ അകത്തേക്ക് കയറാതിരിക്കാനാവണം ഇരുമ്പ് കമ്പി കൊണ്ടുള്ള നെറ്റടിച്ച വേലികളിട്ട് ബന്ദോബസ്താക്കിയിരിക്കുവാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണെന്ന് തോന്നുന്നു ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അതാകുമ്പോൾ ഈ മുന്തിരി തൈകൾ നനയ്ക്കാൻ വലുതായിട്ട് വെള്ളം വേണ്ട. ആദ്യം കണ്ട മുന്തിരി ചെടികളൊന്നും അത്രയ്ക്ക് തഴച്ചു വളർന്നവയൊന്നുമല്ല. മുന്തിരിയുമില്ല. ചിലയിടത്തൊക്കെ ആണെങ്കിൽ എന്തോ കുരുത്തു വരുന്നേ ഉള്ളൂ. എന്നാൽ അവയുടെ തണ്ട് നല്ല മൂപ്പെത്തിയ പോലെ നല്ല ഘനമുള്ളവയാണ്. വളർച്ച അനുസരിച്ച് ഓരോ ഭാഗവും പ്രത്യേക നമ്പർ ഇട്ട് തിരിച്ചിട്ടുണ്ട്. കണ്ടിട്ട് ഇതെല്ലാം ഒരേ തരം മുന്തിരിയാണെന്ന് തോന്നുന്നു. എങ്ങനെ മനസ്സിലായാലും ചോദിക്കരുത്, ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചതാണ്. ഇത് ഇച്ചിരിയുടെ വലുതായ മുന്തിരിങ്ങ ഉണ്ടോ? ഇച്ചിരിയുടെ വലുതായ മുന്തിരിങ്ങ, അടിപൊളി. വേണ്ട ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതോറും വേണ്ടേ, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതോറും വലിയ വലിയ മുന്തിരി കാണാൻ പറ്റുമല്ലോ. ട്രാവലിനകത്ത് നമ്മൾ വന്ന് ഇങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. ഇത് 3 നമ്പർ ഇട്ടേക്കുന്നു. ഇതിൻ്റെ താഴെ കൂടെ ഒക്കെ നിന്നിട്ടില്ല ആൾക്കാർ പോയി ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഇത്രയും അടുത്ത് വന്നപ്പോഴേ കണ്ടോ, ഇതാണ് ഈ മുന്തിരിങ്ങി കുരുന്നിന്ന് മാറി ഇച്ചിരി വലുതായി വരികയാണ്. ഇതാണ്ട് അവിടെ വെള്ളം അടിക്കുമെന്ന് തോന്നുന്നു. യെസ്, കൃഷിക്ക് വെള്ളം അടിക്കുകയാണ്. വെള്ളം അടിക്കുന്നത് മനുഷ്യൻ മാത്രമല്ല, പക്ഷെ മനുഷ്യനെ അടിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ, ഇത് വാട്ടർ ഡ്രിപ്പ് സിസ്റ്റമാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ വാട്ടറിംഗ് സിസ്റ്റമാണ് ഫുള്ള്. എല്ലാത്തിൻ്റെയും മൂട്ടിൽ ഇങ്ങനെ വെള്ളം കുറേശ്ശെ ഇതും വെള്ളം വീണ് ചെയ്യുന്ന രീതിയാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വെള്ളം കുറച്ചു മതി ഇതിന്. ഓരോ ഭാഗവും കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ അധികം വളർന്ന നല്ല രൂപഗുണമുള്ള പാകമായ മുന്തിരിക്കുലകൾ നിറഞ്ഞ മുന്തിരികൾക്കരികിലേക്ക് നമുക്കെത്താം. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം. അതികാലത്തെ എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് എന്നിങ്ങനെ തുടങ്ങുന്ന സിനിമാ ഡയലോഗ് പെട്ടെന്ന് ഓർമ്മയിൽ വരും. നട്ടുച്ചയ്ക്കാണ് ഈ കാഴ്ച കാണുന്നതെങ്കിലും ഇളം പച്ച നിറത്തിൽ തഴച്ചു വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വള്ളികൾക്കും ഇലകൾക്കും ഇടയിലെല്ലാം തൊട്ടാൽ ചോര പൊടിയും പോലെ തിങ്ങി നിറഞ്ഞ് തുടുത്തു നിൽക്കുന്ന മുന്തിരിക്കുലകൾ കാണുമ്പോൾ മനസ്സിന് ഒരു പ്രത്യേക കുളിരാണ്. ഇവിടെ ഈ മുന്തിരിത്തോട്ടം കയറി കാണാൻ പ്രത്യേകിച്ച് ടിക്കറ്റൊന്നുമില്ല, കൈയും വീശി കയറാം. കേട്ടതനുസരിച്ച് ഈ കമ്പത്ത് ഇതുപോലെ അനേകം മുന്തിരിത്തോട്ടങ്ങളുണ്ട്. എല്ലാ സീസണിലും മുന്തിരികൾ ലഭിക്കത്തക്ക രീതിയിലാണ് ഇവരുടെ കൃഷിരീതി. സുഹൃത്തുക്കളെ, ഇതേണ്ടി കാണൂ, എടുത്തു കൊടുക്കപ്പെടും. മനസ്സിലായോ? അപ്പം നമുക്ക് ഫോട്ടോ നമ്മൾ എടുത്തില്ലേ പോലും ഇവരെടുത്ത് കൊടുക്കും. അതിന് പ്രത്യേക റേറ്റ് അടച്ചാൽ മതി. ഓക്കെ.
12,000 ഏക്കറിൽ വരുന്ന തമിഴ്നാടൻ മുന്തിരി കൃഷിയുടെ ഒരു ഭാഗമായ 60 ഏക്കറിൽ നിറയെ കൃഷി ചെയ്തിരിക്കുന്ന ഈ മുന്തിരിപ്പാടത്തിലൂടെ നടന്ന് ഇങ്ങനെ ഒരു സ്പോട്ടിലെത്താം. എല്ലാ സമയത്തും അവർ ഈ സ്റ്റാൾ ഇവിടെ തന്നെയാണോ ഇടുന്നത് എന്നറിയില്ല. എന്തായാലും വിളഞ്ഞു പഴുത്ത മുന്തിരിക്കുലകൾക്ക് നടുവിൽ കുറച്ചിടമൊരുക്കി അവിടെ ഒരു ചെറിയ സ്റ്റാളും മറ്റു ചില സൗകര്യങ്ങളും. കിലോ 60. കൈകൊണ്ട് പറിച്ചു തിന്നാൻ ഒക്കില്ലെങ്കിലും ഫ്രഷായി പറിച്ചെടുത്ത മുന്തിരിപ്പഴങ്ങൾ തോട്ടത്തിൽ വെച്ച് തന്നെ വാങ്ങാം. മുന്തിരിപ്പഴം മാത്രമല്ല, ചൂടത്ത് വന്നാൽ ഫ്രഷ് മുന്തിരി ജ്യൂസ് കുടിക്കാം. ഫോട്ടോകൾ എടുക്കാം. കൂടാതെ മറ്റു ചില മുന്തിരി ഉൽപ്പന്നങ്ങളും നമുക്ക് വാങ്ങാം. വൈനുണ്ട്, ക്രഷ് ഉണ്ട്, ഗ്രേപ്പ് ക്രഷ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേപ്പ് ഡ്രിങ്ക് ഉണ്ട്, പിന്നെ ഗ്രേപ്സ് ഉണ്ട്, ഗ്രേപ്സ് ജ്യൂസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണാം. അങ്ങനെ ഞങ്ങളും 2 ജ്യൂസിന് ഓർഡർ കൊടുത്തു. ഒരെണ്ണത്തിന് 40 രൂപയാണ് വില. മുന്തിരികൾ അതുപോലെ എടുത്ത് അടിച്ചു തരുവായതുകൊണ്ട് കുരുവൊക്കെ അരിച്ചു കളഞ്ഞിട്ടാണ് നമുക്ക് തരത്തുള്ളൂ. അത് പേടിക്കണ്ട. ഇവിടെ ടൈമിംഗ് എത്ര? രാവിലെ 8:30, വൈകുന്നേരം ഈവനിങ് 6:30. ഇതെങ്ങനെ സീസൺ അങ്ങനെ? ഇത് എനി ഡേ. എത്ര ഏരിയ? 60-70 ഏക്കർ. പിന്നെ ആ ജ്യൂസിനുണ്ടല്ലോ, ആ കുരു അരയുന്നതിന്റെ ഒരു ചെറിയ ചവർപ്പുണ്ടെന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. മുന്തിരിത്തോട്ടത്തിൽ വന്നിട്ട് ഒരു ജ്യൂസ് കുടിച്ചിരുന്നു വേണ്ട. മാത്രമല്ല, നമുക്ക് ഈ ഫ്രീ എൻട്രി തരുന്നത് അവർക്ക് പുണ്യത്തിന് വേണ്ടിയല്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിയാൽ അവർക്ക് നല്ലതായിരിക്കും. കണ്ടോ, മുന്തിരിത്തോട്ടത്തിൽ വന്ന് മുന്തിരി ജ്യൂസ് കുടിക്കും. അതായത് അത് കഴിഞ്ഞപ്പോൾ കുറച്ചവരുടെ മറ്റ് പ്രൊഡക്റ്റുകൾ പരിചയപ്പെട്ടു. അതിൽ ജ്യൂസ് ഉണ്ട്, ഗ്രേപ്പ് ക്രഷ് ഉണ്ട്, പിന്നെ ആൽക്കഹോൾ കണ്ടന്റുള്ള വൈനുണ്ട്. അതിൽ ക്രഷ് കണ്ടപ്പോൾ ഒരു ക്രഷ് തോന്നി. കാരണം ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് സേവിക്കാവുന്നതാണ്. ഈ ക്രഷ് ആണെങ്കിൽ 1 ഗ്ലാസ് ക്രഷിനകത്ത് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 4 പേർക്ക് കഴിക്കാം. മാത്രമല്ല, നമ്മൾ ഈ യാത്രയ്ക്ക് വരുമ്പോഴേ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവർ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലല്ലോ. തിരികെ വീട്ടിൽ പോകുമ്പോൾ അവർക്ക് കൊടുക്കാവല്ലോ എന്ന പ്ലാനിൽ ഓരോ കുപ്പി ക്രഷ് കൂടെ വാങ്ങി. 300 രൂപ. ഈ വൈൻ എത്ര എന്നാ പറഞ്ഞേ? 320. മറ്റേതോ 110. ടീച്ചറുടെ പേരെന്താ? ലീലാവതി. താങ്ക്സ്. ശേഷം കുറച്ച് നിമിഷം കൂടി ആ മുന്തിരിപ്പാടത്തിനകത്ത് കുലച്ചു പഴുത്തു നിൽക്കുന്ന മുന്തിരികൾക്കിടയിലൂടെ ഒന്ന് വിലസുകയാണ്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു മുന്തിരിപ്പാടം നേരിട്ട് കാണുന്നത്. അതുകൊണ്ട് തികച്ചും ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അവിടെ ചെലവഴിച്ചത്. തൊട്ട് പോയരുത്. അങ്ങനെ കുറെ നേരം മുന്തിരിപ്പാടത്തിനകത്ത് മുന്തിരികൾക്കടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫോട്ടോകളും വീഡിയോകളൊക്കെ പകർത്തി തിരികെ പോകുമ്പോൾ മുന്തിരിപ്പാടത്തേക്ക് വരുന്ന വിദേശികളെ കണ്ടു. കണ്ടപാടെ വിഷ്ണു ചാടിക്കേറി കഥ പറഞ്ഞു തുടങ്ങി. അതാ പോലും അവനെ തള്ളിവിടുന്നത് ഞാനാണ്. France. We are vloggers. Not Italy. Okay. We are vloggers. We are doing YouTube vlogging. Travel bloggers. Travel vloggers. Oh, okay. Come from? We are from Kerala state. The other state. We are Okay. we are going there.
Going to Mandalay. Madurai. മധുരൈ ഓക്കെ ഓക്കെ നൈസ് ടു മീറ്റ് യു താങ്ക് യു കുടിച്ച മുന്തിരി മൊത്തം ദഹിച്ചെന്ന് ഇല്ലില്ല ദഹിച്ചില്ല ഗുണമുണ്ട് കേട്ടോ എനർജി വന്നു. അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ മുന്തിരിത്തോട്ടം കണ്ടില്ലെന്നുള്ള പരാതി മാറ്റിക്കൊണ്ട് മുന്തിരിത്തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. ജെന്നിസ് യാർഡെന്ന് പറഞ്ഞ ഒരു ഗ്രേപ്സ് യാർഡാണ് ഈ കണ്ടത്. ഗ്രേപ്സ് യാർഡെന്നാണ് തോന്നുന്നു പറയുന്നത്. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ചെറിയ മുന്തിരി മുതൽ വലിയ മുന്തിരി വരെയും കണ്ടു. 10-60 ഏക്കറുണ്ടെന്നാണ് കൃഷിഭൂമി പറയുന്നത്. നമ്മളെന്തായാലും കുറച്ച് ഭാഗം നമ്മൾ കണ്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം വരുത്ത് നടന്ന് കുറേ കണ്ട കാര്യമില്ല. മുന്തിരി തന്നെ. അല്ല ഞങ്ങൾ യെസ്, അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റി. പിന്നെ ഇവിടെ ജ്യൂസ് കുടിക്കണോ വേണ്ട വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ കുടിക്കുമായിരുന്നെങ്കിൽ ഇവനോട് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഒരു ചെറിയൊരു ചവർപ്പുണ്ട് കുരുവിട്ട് അരയ്ക്കുന്നതിൻ്റെ. ഇപ്പോൾ നമ്മൾ വൈനായിരിക്കും ബെറ്റർ ഇച്ചൂടെ. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു സാധനം മേടിച്ചിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്തൊന്ന് വിട പറയുകയാണ്. അതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ പുറകിലായിട്ട് അവിടെ വന്നിരിക്കുന്നവർക്ക് വേണമെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതെ, അവരുടെ തന്നെ ഹോട്ടലാണ്. അതെ. അപ്പം അതുകൊണ്ട് അവിടെ അവരുടെ പ്രൊഡക്റ്റും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി ഒന്ന് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഫുൾ സംഭവം കാണിച്ചിട്ടുണ്ട്. ഇതായിരുന്നു തമിഴ്നാട്ടിലെ മുന്തിരിപ്പാടം കാണാൻ പോയ കഥ തീരുന്നില്ല, തുടരും. മനോഹരമായ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു മുന്തിരി കണ്ടത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.